ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ ജിത്താമ്മയുടെ ഫോട്ടോയിൽ നോക്കി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അലീന തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുക. എന്തിനാ മമ്മി എന്നെ ഇങ്ങോട്ട് അയച്ചത്, എനിക്കിപ്പോഴും അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് അലീന പറയുക കേട്ടോ. അപ്പോൾ അതേ ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അതൊക്കെ പറയുന്നത്, എൻ്റെ പെറ്റമ്മയും അതുപോലെ കൂടപ്പിറപ്പുകളെയും കാണാനും അവരുടെയൊക്കെ കൂടെ ജീവിക്കാനും വേണ്ടിയാണോ എന്നെ മമ്മി ഇങ്ങോട്ടേക്ക് അയച്ചത്? പക്ഷെ ഞാൻ അവരെയൊക്കെ വിട്ട് പോവുക, എങ്ങോട്ടെന്നറിയാതെ ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ട് ബ്രിജിത്ത മമ്മിയോട് തൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കരയുന്നു. അപ്പോഴേക്കും ബ്രിജിത്ത മമ്മി മുന്നിൽ വരുക. ഇല്ല മോളെ, ഇതെല്ലാം ഇങ്ങനെ തന്നെ സംഭവിക്കണമായിരുന്നു എന്ന് മമ്മി അലീനയോട് പറയുന്നു. അലീനയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഞാൻ വന്നതുകൊണ്ടല്ലേ ഈ കുടുംബം ഇങ്ങനെയായി പോയത് എന്ന് അലീന മമ്മിയോട് ചോദിക്കുക. അതുപോലെ എൻ്റെ ബുദ്ധിമോശം കൊണ്ടല്ലേ അച്ഛനെയും അമ്മയെയും വേദനിപ്പിക്കേണ്ടി വന്നതും അകന്നു പോവുകയൊക്കെ ഉണ്ടായതെന്ന് ചോദിക്കുമ്പം, നീ ആരെയും അകറ്റാൻ ശ്രമിച്ചിട്ടില്ലല്ലോ മോളെ, അകന്നിരിക്കുന്നവരെ അടുപ്പിക്കാനല്ലേ നീ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് അലീനയോട് മമ്മി ചോദിക്കുന്നു. അതിനു വേണ്ടിയിട്ടല്ലേ നീ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചത് പോലും എന്നും മമ്മി അലീനയോട് ചോദിക്കുക. അപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് മമ്മിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പം ഇതുവരെ ഒരു പരീക്ഷണം മാത്രമല്ലേ മമ്മി എന്ന് അലീന മമ്മിയോട് ചോദിച്ചു. എനിക്ക് അവരെ ഒന്നിപ്പിക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ എന്നും പറയണു. അപ്പം ചില തെറ്റുകൾ ചിലർക്ക് എളുപ്പത്തിൽ ക്ഷമിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, കുറേ അധികം സമയം എടുത്തേക്കാവുന്ന കാര്യമൊക്കെ പറയാം. എന്നാലും നിനക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നീ ചെയ്തില്ലേ മോളെ എന്ന് മമ്മി അലീനയോട് ചോദിക്കുന്നു. അപ്പോൾ എവിടെയെങ്കിലും എനിക്ക് തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ മമ്മി എന്ന് അലീന പറയുമ്പം, ഇതുവരെ നീ ചെയ്തതെല്ലാം ശരിയായിരുന്നു, ഈ ഒരു വീട്ടിലുണ്ടായിരുന്നവരുടെ നന്മ മാത്രമേ നീ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നും അതിനുവേണ്ടി നിനക്ക് കഴിയുന്നതെല്ലാം നീ ചെയ്തില്ലേ എന്നും മമ്മി ചോദിക്കുക. അപ്പോൾ എന്നിട്ടും എല്ലാം ഉപേക്ഷിച്ച് എനിക്ക് പോരേണ്ടി വരികയല്ലേ മമ്മി എന്നൊക്കെ ഇങ്ങനെ അലീന സങ്കടത്തോടെ ചോദിക്കുന്നു. എല്ലാവരെയും മമ്മി എനിക്ക് തന്നു, എൻ്റെ അച്ഛനായിരുന്നെങ്കിലെന്ന് ഞാൻ കൊതിക്കുന്ന ഒരു അച്ഛനെ എനിക്ക് എൻ്റെ മമ്മി തന്നു, അതുപോലെ അമ്മയെയും കൂടപ്പിറപ്പുകളെയും ഒക്കെ മമ്മി എനിക്ക് തന്നു, എല്ലാവരെയും എൻ്റെ കൈവെള്ളയിൽ എടുത്തു വെച്ച് തന്നില്ലേ എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുക. എന്നാൽ അവരെല്ലാവരെയും വിട്ടിട്ട് പോരേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ, അപ്പം എൻ്റെ മോൾക്ക് ഇതെല്ലാം സഹിക്കാൻ പറ്റുമെന്നും നിന്നെ സ്നേഹിച്ചവരെല്ലാം എന്നും നിന്നെ നന്ദിയോടുകൂടിയേ ഓർക്കുകയുള്ളൂ എന്ന് മമ്മി പറയാണ്. നീ തെളിച്ചു കൊടുത്ത വെളിച്ചം അവർ കെടാതെ സൂക്ഷിക്കും, അങ്ങനെ നീ ആശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അപ്പം എനിക്ക് അവരുടെ എല്ലാവരുടെയും കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല മമ്മി എന്നും പറഞ്ഞ് സങ്കടത്തോടെ കരഞ്ഞു പറയുവാണ്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരിക്കൽ കൂടി തിരിച്ചു വരാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുമ്പം, നീ അങ്ങനെ സുഖമായി സന്തോഷമായി ഒരു സ്ഥലത്ത് കഴിഞ്ഞുകൂടേണ്ടവളല്ല മോളെ എന്ന് മമ്മി മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ നിനക്ക് ചെയ്യാനുള്ളതെല്ലാം നീ ചെയ്തു കഴിഞ്ഞു, വേറെയും എത്രയോ പേർക്ക് വെളിച്ചമാകേണ്ടവളാണ് നീയെന്ന് ചോദിക്കുന്നു. ഞാൻ അതെല്ലാം നിന്നെ പഠിപ്പിച്ചതല്ലേ എന്നും മമ്മി ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സങ്കടം. ഇവിടെ നല്ലൊരു വിളക്ക് തെളിച്ചിട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നതെന്ന് അലീന ഇങ്ങനെ പറയുകയും ചെയ്തു. അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇനി അവരെ തിരുത്തേണ്ടത് നീയല്ല, അവർ തന്നെയാണ് തിരുത്തേണ്ടതെന്നും എല്ലാ തെറ്റുകളും മൂടി വയ്ക്കാൻ എല്ലാ കാലത്തും കഴിയില്ല എന്നും മമ്മി പറയുന്നു. പശ്ചാത്തപിക്കുന്നവരുടെ പാപം പൊറുക്കപ്പെടാതെയും പോകില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അപ്പോൾ പോകുന്നത് തന്നെ ശരി അല്ല മമ്മി? അപ്പോൾ ഒട്ടും സംശയിക്കണ്ട, മുന്നോട്ട് പോകേണ്ടവളാണ് നീ, പിന്തിരിഞ്ഞ് നിൽക്കേണ്ടവളേ അല്ല എന്നൊക്കെ പറഞ്ഞ് ഈ വീട്ടിലുള്ളവരെക്കാൾ നിന്നെ ആവശ്യമുള്ള എത്രയോ ആൾക്കാരുണ്ട് ഈ ലോകത്ത്, നിനക്കറിയാമോ എന്ന് മമ്മി ചോദിക്കുക. നിനക്ക് മുന്നോട്ട് പോയേ പറ്റൂ, നിൻ്റെ കാര്യങ്ങൾ നിനക്ക് ചെയ്തേ പറ്റൂ എന്ന് മമ്മി പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ അലീനയെ. അങ്ങനെ ആ ഒരു തിരിച്ചറിവിൽ നമ്മുടെ അലീന തൻ്റെ മമ്മിയുടെ ഫോട്ടോയും എടുത്ത് ബാഗിലേക്ക് വെക്കുന്നു. അങ്ങനെ എല്ലാ ബന്ധങ്ങളും ഇവിടെ നിർത്തി, ഇവിടെ ഉപേക്ഷിച്ച് അലീന പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക റൂമിൽ. ആ സമയത്ത് അവിടെ അവർ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചു. എല്ലാവരും കഴിക്കാനൊക്കെ ആയിട്ട് വന്നു. അലീനയും വന്നു. നീ വെളിയിലായിരുന്നോ എന്ന് ചോദിച്ചു. ആ, രോഹിത്തിനെ വിളിക്കാൻ പോയതാ, അവൻ സിറ്റ് ഔട്ടിലിരുന്ന് ഫോൺ വിളിക്കായിരുന്നു എന്ന് പറഞ്ഞു അലീന. ഇരുന്ന് കഴിക്ക്, പോണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആ എന്ന് പറഞ്ഞ അലീന ഇന്ന് കൈ കഴിക്കുമെന്ന് ഇവരുടെ കൂടെ ഇരുന്നു. ബബിതയും കൃഷ്ണയും കൂടെ ബലമായിട്ട് എന്നെ അടുക്കളയിൽ നിന്ന് ഇറക്കി വിട്ടച്ചാ എൻ്റെ സേവനം മതിയെന്ന് പറഞ്ഞെന്നും ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നൊക്കെ അലീന പറയാ. അപ്പം നേരാണോടി നീ പറഞ്ഞത്? ഇവരുടെ സാമ്രാജ്യം നീ പിടിച്ചെടുത്തോ? ഞങ്ങൾ ഉണ്ടാക്കി അച്ഛാ, ഇനി വേണ്ട ആ സേവനം, കുറേ സേവിച്ചു മതി എന്നും പറഞ്ഞുകൊണ്ട് ബബിത ഇങ്ങനെ പറയുക കേട്ടോ. ഓ, ഇതിപ്പോൾ കണ്ടില്ലേ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ അലീന പറയുക. അപ്പോൾ എനിക്കുള്ള യാത്രയയപ്പ് സൽക്കാരമാണെന്ന് തോന്നുന്നു.
അങ്ങനെ തന്നെ വിചാരിച്ചോ ഒന്ന് ബബിത അന്നേരം പറയാം കേട്ടോ. ഒരു മൊമെൻറ്റോയും ക്യാഷ് അവാർഡും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അത്ര നല്ല സേവനമായിരുന്നെങ്കിൽ പോകേണ്ടി വരത്തില്ലായിരുന്നല്ലോ എന്ന് ബബിത അലീനയോട് അന്നേരം പറയാം. അയ്യോടി എന്നെ എന്താ കൊള്ളത്തില്ലായിരുന്നു എന്ന് അലീന ചോദിച്ചപ്പം നല്ലതാണെന്ന് എല്ലാവരും സമ്മതിക്കണ്ടേ, അമ്മ മൈനസ് മാർക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത്, അവിടെ തോറ്റില്ലേ എന്ന് ബബിത പറഞ്ഞപ്പം അത് വളരെ ശരിയാണെന്ന് നമ്മുടെ ബാലേട്ടൻ അന്നേരം പറയാം. തടി കേടാതെ രക്ഷപ്പെടാൻ പറ്റുമല്ലോ, അങ്ങനെ അങ്ങ് കരുതിയാൽ മതി എന്ന് ബബിത അലീനയോട് പറയുമ്പോൾ ഞാൻ ഒഴിവായി പോകുകയാണെന്നാണോ എല്ലാവരുടെയും വിചാരം, ഞാൻ ഇനിയും വരും, ചിലപ്പോൾ ഇവിടെ താമസിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ അലീന അന്നേരം പറഞ്ഞു. അത് കേട്ടപ്പോൾ ബബിത ഒന്ന് ചിരിച്ചു. എനിക്ക് ഓരോ വിളമ്പി തന്നിട്ടുള്ളതല്ലേ, ഇനി എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ എന്നും പറഞ്ഞ് നമ്മുടെ ബബിത വിളമ്പി കൊടുക്കുക. നീയും ഇരിക്കാൻ പറഞ്ഞു ബബിതയോട് അലീന. അതുപോലെ കൃഷ്ണമോളെ നീ എന്നാ നോക്കി നിൽക്കുന്നത്, നീയും ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ കൃഷ്ണ ഇരുന്നു, അതുപോലെ ബബിതയും ഇരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അലീന തൻ്റെ ഉള്ളിൽ സങ്കടമൊക്കെ പറയാം. അന്ന് അലീനയോട് ഇവർ മോശമായി പെരുമാറിയതും അലീന കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ച കാര്യങ്ങളൊക്കെ പറയാം. അന്ന് ഇവിടെ ജോലിക്ക് നിന്ന കുഞ്ഞുമോള് ചേച്ചിയാ എന്നെ ആശ്വസിപ്പിച്ചതെന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അലീന ഇങ്ങനെ പറയാം കേട്ടോ. അന്ന് നീ വെറും വേലക്കാരിയായിരുന്നു കുഞ്ഞുമോളെ പോലെ എന്ന് ബാലേട്ടൻ പറയുമ്പം അത് തന്നെ അച്ഛാ ഞാൻ പറഞ്ഞു വന്നത് എന്ന് അലീന. ഞാൻ വെറും വേലക്കാരി ആയിരുന്നെന്നും പിന്നെ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കിട്ടി എന്ന് അലീന ഇങ്ങനെ ഇവരോട് പറയപ്പോൾ എല്ലാവരുടെയും മുഖമൊക്കെ അങ്ങ് വല്ലാതായി, എല്ലാവർക്കും സങ്കടമൊക്കെ വരാൻ തുടങ്ങി. അച്ഛനാണ് ആദ്യമായിട്ട് ഈ ഊണുമേശയിൽ ഭക്ഷണം കഴിക്കാൻ എന്നെ നിർബന്ധിച്ചിരുത്തിയത് എന്നൊക്കെ അലീന പറയപ്പോൾ ബാലേട്ടന് ഭയങ്കര സങ്കടം. അലീന ഇതൊക്കെ പറയുന്ന കേട്ട് അന്ന് വേലക്കാരിയായിരുന്ന ഞാനിപ്പോൾ എവിടം വരെ എത്തി നിൽക്കുകയാണെന്നൊക്കെ ചോദിക്കാം. അനാഥയായിരുന്നു എനിക്കിപ്പോൾ ആരൊക്കെയോ ഉണ്ടെന്നൊക്കെ അലീന ഇങ്ങനെ ഇവരോട് സങ്കടത്തിൽ പറയുമ്പോൾ ഒന്ന് നിർത്തോ, കുറേ കേട്ടു, എല്ലാം ഇട്ടിട്ട് പോവുക, എന്നിട്ട് വല്ല വർത്തമാനം എന്നും പറഞ്ഞുകൊണ്ട് ബബിത അന്നേരം ദേഷ്യപ്പെട്ട് പറയാം. അപ്പോൾ ഞാൻ നിർത്തി, ഇനി ഒന്നും പറയുന്നില്ല എന്ന് അലീന. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ രോഹിത് ഇങ്ങനെ അലീനെ തന്നെ നോക്കിയിരിക്കുക കേട്ടോ. അങ്ങനെ അനിയനെയും അനിയത്തിമാരെയും ഒക്കെ നോക്കി നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം ഫുഡ് കഴിക്കലും കഴിഞ്ഞ് നേരെ റൂമിലെത്തി കഴിഞ്ഞിട്ട് തനിക്ക് കൊടുത്ത സാരിയും ആ ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അലീന. അപ്പോഴത്തേക്കും മനുവിൻ്റെ കോള് വന്നു. വേഗം എടുത്തു. ഹലോ അലീന. മനുവേട്ടാ, എന്നാ മനുവേട്ട വിളിച്ചേ? അപ്പോൾ പോയെന്നറിയാൻ വേണ്ടി വിളിച്ചതാ. രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയൊരു പ്രതീക്ഷ, പോകാനുള്ള തീരുമാനം തിരുത്തി കാണുമെന്ന്, അല്ലെങ്കിൽ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ച് കാണും എന്നൊക്കെ. അപ്പോൾ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അലീന മനുവിനോട് പറഞ്ഞു. അപ്പോൾ അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? അപ്പം മനുവേട്ടൻ എന്നെ പുറകോട്ട് വലിക്കല്ലേ, എനിക്ക് ധൈര്യം തരേണ്ട ആളല്ലേ എന്ന് അലീന ചോദിക്കുമ്പം ഞാൻ കൂടെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്താ, എന്നാലും ഒരു ആഗ്രഹം കൊണ്ടേ വിളിച്ചു പോയതാ, പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ. മനു ഇങ്ങനെ അലീനോട് പറയുമ്പോൾ അല്ലേ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ എന്നോട് തന്നെ ഗുസ്തി പിടിച്ചോണ്ടിരിക്കുക കുറേ ദിവസങ്ങളായിട്ട്, പോകണ്ട എന്നുള്ളൊരു ഞാൻ, പോയേ പറ്റൂ എന്നുള്ള വേറൊരു ഞാൻ, അതുകൂടാതെ അച്ഛനുൾപ്പെടെ എല്ലാവരും പറയുന്നു എന്നോട് പോവണ്ടാന്ന്. മനുവേട്ടനെങ്കിലും എൻ്റെ കൂടെ നിന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ എന്ന് അലീന ചോദിച്ചു. വേറെ ആരും എനിക്കില്ല, അപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ, ആ ശബ്ദം ഒന്നുകൂടെ കേൾക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചതാണെന്ന് പറഞ്ഞപ്പം ഞാൻ മനുവേട്ടനെ വിളിച്ചോളാന്നേ, എന്നിട്ട് എന്നെ ഇതുവരെ വിളിച്ചില്ല, ഇന്ന് ഞാൻ വിളിച്ചിട്ടേ ഇവിടുന്ന് ഇറങ്ങണ്ടായിരുന്നുള്ളൂ എന്നും മനുവേട്ടനും കൂടി വരായിരുന്നില്ല ഞങ്ങളുടെ കൂടെ എന്ന് ചോദിച്ചപ്പം അങ്കിളിന് അത് അത്ര താല്പര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചത്. അച്ഛൻ പറഞ്ഞോ മനുവേട്ടനോട് വരണ്ടാന്ന്? ഇല്ല, പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, സാരമില്ലെന്നേ, ഞാൻ അവിടെ വന്ന് കണ്ടോളാം എന്ന് അലീനയോട് പറയുകയാണേ. ശരി, പോകാൻ ഒരുങ്ങി നിൽക്കല്ലേ, ഒരുങ്ങിക്കോട്ടോ, ബൈ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ വിളിച്ചേക്കാം മനുവേട്ടാ വെക്കുവാണെന്ന് പറഞ്ഞ് അലീന ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും പുറത്തുനിന്ന് ഒരു ശബ്ദം എന്നും പറഞ്ഞ് അലീന ഒച്ച വെച്ചപ്പോഴത്തേക്കും അവർ ബബിതയും കൃഷ്ണയും കൂടെ ഇറങ്ങി കയറി വന്നു. അലീന ചേച്ചി ഇവിടെ എന്നെയ്യാന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഡ്രസ്സ് മാറാൻ തുടങ്ങായിരുന്നു. അപ്പോൾ ഏത് ഡ്രസ്സാണ് ഇടുന്നേ? അപ്പോൾ അച്ഛൻ പറഞ്ഞു സാരി ഉടുക്കാനായിട്ട്. എനിക്ക് സാരി അത്ര വശമൊന്നുമില്ല, അച്ഛൻ പറഞ്ഞെങ്കിലേ അത് മതി, സാരി എവിടെ എന്ന് പറഞ്ഞ് ബബിത അതെടുത്തു. അപ്പോൾ ആ ഓർണമെൻറ്റ്സും ഒക്കെ ഇങ്ങനെ കണ്ടു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ബബിത ഇതെല്ലാം ഇങ്ങനെ എടുത്ത് നോക്കുക കേട്ടോ. അപ്പം മാല, വള, അങ്ങനെ എല്ലാം ഉണ്ട്. എന്നിട്ട് സാരി നല്ലതാണ് അല്ലേ എന്ന് ബബിത കൃഷ്ണയോട് പറയുമ്പോൾ ഇതാ ബെസ്റ്റ് എന്ന് കൃഷ്ണ. ചേച്ചിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ലെങ്കിലും ഞങ്ങൾ ഉടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ കൃഷ്ണ. നിനക്കറിയോ സാരി ഉടുക്കാൻ അറിയത്തില്ലെങ്കിലും ഉടുപ്പിക്കാൻ അറിയാമെന്ന് പറഞ്ഞു കൃഷ്ണ.
അപ്പോൾ എൻ്റെ മോളെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടുന്ന് ചേച്ചിയെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് പോലെ അണീച്ചൊരുക്കി സുന്ദരിയാക്കി വിടുവാന്നേ. അപ്പോൾ ദേ വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ വന്നതുപോലെ തന്നെ പോയിക്കോളാവെന്ന് അലീന പറഞ്ഞപ്പം വേണ്ട, അങ്ങനെയൊന്നും പോവണ്ട, വന്നപ്പോൾ അനാഥയായിരുന്നില്ലേ എന്ന് കൃഷ്ണ ചോദിക്കുക കേട്ടോ. ഇപ്പം ആരൊക്കെ ഉണ്ട്? എല്ലാവരും ഇല്ലേ? അച്ഛൻ, അമ്മ, കൂടപ്പിറപ്പുകൾ, എല്ലാവരും ഇല്ലേ ചേച്ചിക്ക്? ആരും പോകാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ പോകുന്നേ, സ്വന്തം ഇഷ്ടത്തിന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണ പറയുമ്പം കൃഷ്ണമോളെ അതൊന്നും പറയണ്ട, ദേ നിനക്കറിയാമല്ലോ എല്ലാം ഒന്ന് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ പറയുന്നത് പോലെ അങ്ങ് കേട്ടാൽ മതി എന്ന് പറഞ്ഞു കൃഷ്ണ. ഞങ്ങൾ ഒരുക്കാം ഞങ്ങളുടെ അലീന ചേച്ചിയെ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ദേ നമ്മുടെ അലീനയെ സാരിയൊക്കെ ഉടുപ്പിക്കുന്നു. അങ്ങനെ ഒരുക്കി അലീനയ്ക്ക് ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് കൊടുത്ത് പിരികൊക്കെ എഴുതി കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊടിയിച്ച് അങ്ങനെ സുന്ദരിയാക്കി ഒരുക്കി ഏൽപ്പിച്ച് നിർത്തിയിരിക്കുക. അങ്ങനെ സാരിയൊക്കെ ഉടുത്ത് നിൽക്കുന്ന അലീനയെ കണ്ടപ്പോൾ ഇവർക്ക് പിന്നെ സങ്കടം കൂടിക്കൂടി വരികയാണ്. അലീനയാണെന്നുണ്ടെങ്കിൽ നിന്ന് കരയുന്നു. അലീനയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുവാണ്. എങ്ങനെ ഇവരുടെ മുന്നിൽ പിടിച്ച് നിൽക്കുന്നു എന്നറിയില്ല. അപ്പോഴത്തേക്കും കണ്ണുനീര് വീണു കിട്ടും അലീനയുടെ മുഖത്ത്. നാശിപ്പിച്ചു, ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് ദേ അവിടെ നിന്ന് നമ്മുടെ ബബിത അങ്ങ് ഇറങ്ങിപ്പോയി കണ്ണും തുടച്ച്. ബബിതയ്ക്ക് കരച്ചിൽ വന്നിട്ടാണ് ബബിത പോയതെന്ന് ഇവർക്കും മനസ്സിലായി. അതുപോലെ തന്നെ കൃഷ്ണമോളും അവിടെ നിന്ന് കരയണു. അപ്പം അലീന അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്കും കൃഷ്ണ അലീനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്കും ബാലൻ്റെ കയ്യിൽ നിന്ന് പോയല്ല. ബാലനാണെങ്കിൽ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു ഒന്നും ഒരു പിടുത്തം കിട്ടാതെ ഇങ്ങനെ ചെയ്തു തന്നെ പിന്നെയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഭയങ്കര ടെൻഷൻ. പെട്ടെന്ന് ഫോൺ എടുക്കുന്നു, ഫോണിൽ നോക്കുന്നു. എന്നിട്ട് പിന്നെ ഗോവർദ്ധനെ വിളിക്കുന്നു. അപ്പോൾ ഗോവർദ്ധൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗോവർദ്ധൻ്റെ ഫോണിലേക്ക് ബാലേട്ടൻ്റെ കോള് കണ്ടപ്പോഴത്തേക്കും ചാടിയെടുത്തു. ബാലേട്ടാ, ഗോവർദ്ധനാ? ആ ബാലേട്ട പറഞ്ഞോ, താനിത് എവിടെയാടോ? കടയിലോട്ട് പോയോ അതോ വീട്ടിൽ തന്നെയാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ബാലേട്ടാ. ബാലേട്ടൻ ഇറങ്ങിയോന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാനിന്ന് കടയിലോട്ട് കാണത്തില്ല, അത് പറയാനാ കേട്ടോ വിളിച്ചതെന്ന് പറഞ്ഞു. ബാലേട്ടൻ ഇത് എവിടെ പോവാ? അലീനെ ഇന്ന് കൊണ്ടുവിടണ്ടേടാ, ഞാൻ അതിനുവേണ്ടി റെഡിയായിട്ട് നിൽക്കുക, ഉടനെ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഓ ഞാനതങ്ങ് മറന്നുപോയി ബാലേട്ട. ഓ ഇന്നാണല്ലേ പോകേണ്ടത്. അപ്പോൾ രണ്ടും കൂടി എനിക്കാകെ കൺഫ്യൂഷനായിപ്പോയി. ഷിഫ്റ്റിങ് കടയുടെ. അപ്പം ഞാൻ വരണോ ബാലേട്ട? വേണ്ടെന്നേ, താൻ വരേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ കൊണ്ട് വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ബാലേട്ടൻ ഒറ്റയ്ക്കായി പോകത്തില്ലേ, അത് വേണോ? ബാലേട്ടൻ ഇന്ന് തന്നെ ഇത്രയും ദൂരം തിരിച്ചോടിച്ചിങ്ങോട്ട് വരണ്ടേ, അപ്പം ഞാൻ ഇന്ന് തിരിച്ചു വരത്തില്ല, എവിടെയെങ്കിലും ഒന്ന് തങ്ങിയിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ആണോ? ആ അല്ല, അപ്പോൾ പിള്ളേരവിടെ ഒറ്റയ്ക്കായി പോകത്തില്ല ബാലേട്ട? ആ ഇവിടുന്ന് അലീന ഇറങ്ങുന്ന സമയം അറിയേണ്ട താമസം, അപ്പം തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോളൂ. അതുകൊണ്ട് ഇന്നിവിടെ ആരും ഒറ്റയ്ക്കാവത്തില്ലെന്ന് ബാലേട്ടൻ പറയാട്ടോ. പക്ഷേ ഗോവർദ്ധന ദേ എനിക്കിന്ന് ഒറ്റയ്ക്ക് ഇരിക്കണോടാ എന്ന് പറഞ്ഞപ്പോൾ അതെന്നാ ബാലേട്ട അങ്ങനെയെന്ന് ഗോവർദ്ധൻ ചോദിച്ചു. അത് എൻ്റെ ശക്തിയല്ലേടോ ഞാൻ കൊണ്ടുപോയി വിടുന്നത് എന്ന് ബാലേട്ടൻ പറയുക. എൻ്റെ ഊന്നുവടി, എൻ്റെ ജീവൻ നിലനിർത്തിയതിൻ്റെ അടിസ്ഥാനം അല്ലേടോ എന്നൊക്കെ ഇങ്ങനെ ബാലേട്ടൻ ചോദിക്കുക. അപ്പോൾ ബാലേട്ടൻ അത്രത്തോളം വില മതിക്കുന്നുണ്ട് അലീനയിൽ. അപ്പോൾ അവളെ തിരിച്ചു കൊണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് കുറച്ചെങ്കിലും എനർജി വേണ്ടേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഞാൻ എന്നെ തന്നെ ഒന്ന് റീചാർജ് ചെയ്തിട്ട് വേണ്ട ഇങ്ങോട്ട് വരാനെന്നും ബാലേട്ടൻ ചോദിക്കുവാണ്. എങ്കിലേ കൈതയ്ക്കാൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമമേനൻ മകൾ വൈജയന്തിയുമായിട്ടുള്ള യുദ്ധത്തിന് ഒരു 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 ബലമൊക്കെ ഉണ്ടാവുള്ളൂ എന്നും ബാലേട്ടൻ ഇങ്ങനെ പറയാം. ഇപ്പം എൻ്റെ ശക്തിയൊക്കെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ, എന്നെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ, അതൊക്കെ എനിക്കൊന്ന് തിരിച്ചു പിടിക്കണം. അപ്പം അതിന് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സമയം വേണമെന്ന് പറഞ്ഞപ്പം എനിക്കറിയാം ബാലേട്ടാ, എല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ശരിയെന്തോ അതേ ബാലേട്ടൻ ചെയ്യത്തുള്ളൂ എന്ന് എനിക്കറിയാമെന്ന് ഇങ്ങനെ പറയുകയും ചെയ്തു. ഇപ്പോഴെങ്കിലും ബാലേട്ടന് വേണ്ടി കുറച്ച് സമയം എടുക്കാൻ തീരുമാനിച്ചല്ലോ. അപ്പോൾ ശരിയെന്നാ, ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ നീ ഒരു മെസ്സേജ് അയച്ചാൽ മതി, അത്യാവശ്യമാണെങ്കിൽ മാത്രം, ഓക്കെ? അപ്പം അത്യാവശ്യം ഒന്നുമില്ല ബാലേട്ടാ. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഞാനായിട്ട് മാനേജ് ചെയ്തോളാം. ബാലേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് വേറെ ഒന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ബാലേട്ടാ, വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ശരി ഓക്കെ അതും പറഞ്ഞു ഫോണും അങ്ങ് കട്ട് ചെയ്തു. രോഹിത് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ബാലേട്ടൻ ഇറങ്ങി വന്നു. ഡാ ഞാൻ ഇന്ന് ചിലപ്പോൾ തിരിച്ചെത്തിയെന്ന് വരത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. നീ എല്ലാം നോക്കിക്കോളണം എന്ന് രോഹിത്തിനോട് ബാലേട്ടൻ പറയും. അപ്പോഴത്തേക്കും അലീന ഭാഗമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. കൃഷ്ണമോളും കൂടെയുണ്ട്. ബബിത അങ്ങോട്ടേക്ക് വന്നില്ല, ബബിത മുറിയില്ല. അപ്പോൾ അലീന ഇങ്ങനെ ഉടുത്തൊരുങ്ങി ബാലൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ബാലന്. അടിമുടി അലീനയെ നോക്കുക. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. അലീന ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇട്ടിട്ട് പോകുന്നതിൻ്റെ വിഷമം അലീനയ്ക്ക്. ഇങ്ങനെ തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ ആഗ്രഹിച്ചതെന്ന് കരഞ്ഞുകൊണ്ട് ബാലേട്ടൻ ഇങ്ങനെ അലീനയോട് പറയുക കേട്ടോ. അപ്പം അലീനയ്ക്കും കരച്ചിൽ വന്നു, അലീനയും കരയുന്നു. ബാലേട്ടൻ്റെ നാവ് ഇങ്ങനെ പൊങ്ങി വരാത്തൊരവസ്ഥ. പക്ഷെ കാര്യങ്ങളും സന്ദർഭവും ഇതെല്ലാം മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ബാലേട്ടൻ ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്കും കൃഷ്ണയുടെയും കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. കൃഷ്ണ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഇവരുടെ ആ ഒരു സംസാരം കേട്ട് നിൽക്കാൻ ഉള്ള ഒരു മനക്കെട്ടില്ലാത്തത് കൊണ്ട് അലീന അന്നേരം അവിടെ നിന്ന് കരയുന്നു. രോഹിത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരുന്നു. അപ്പോൾ എല്ലാവരും അലീനയെ യാത്രയാക്കാൻ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീന നെടുമ്പുരയ്ക്കാൽ ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്നും പടി ഇറങ്ങുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.